ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് ചില ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കാൻ ദൈവാത്മാവിൽ പ്രത്യാശിക്കുന്നു. കർത്താവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനും വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് രക്തസാക്ഷിയായി രൂപാന്തരപ്പെടുകയും ചെയ്ത എസ്തേഫാനോസിനെ കുറിച്ചാണ് ഇന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്താൽ ശക്തമായി നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് സ്തേഫാനോസിൻ്റെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കട്ടെ. മേശയിൽ ഉപചരിക്കുവാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്ന 7 വ്യക്തികളിൽ ഒരാളാണ് സ്തേഫാനോസ് എന്ന് നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായ 7 പുരുഷന്മാരെ ഇവിടെ ദൈവവേലയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. മേശയിൽ ഉപചരിക്കുവാൻ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരെ ആവശ്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ദൈവവചനം പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവും വിശ്വാസവും ഒക്കെ നിറഞ്ഞ ആളുകളെ തിരഞ്ഞെടുക്കാറുള്ളത്. പക്ഷെ മേശയിൽ ശുശ്രൂഷ ചെയ്യുവാൻ, അപ്പോസ്തലന്മാരുടെ മേശയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരെ ആവശ്യമുണ്ടോ? ഇതൊരു ചോദ്യമാണ്. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. സാധാരണ ഒരു അൽമായ ക്രിസ്ത്യാനി, പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് കുടുംബജീവിതമൊക്കെ നയിക്കുന്ന ഒരു ക്രിസ്ത്യാനി പറയും, വിശുദ്ധ ജീവിതവും പരിശുദ്ധാത്മാവ് നിറവും ഒക്കെ പറയുന്നത് അച്ഛന്മാർക്കും തിരുമേനിമാർക്കും ഒക്കെ ഉള്ളൊരു പരിപാടിയാണ്. ഞങ്ങൾ സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ വിശ്വാസത്തിൻ്റെയും പരിശുദ്ധാത്മാ നിറവിൻ്റെയും ഒന്നും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് നോമ്പ് നോക്കുന്നതിനെക്കുറിച്ചൊക്കെ നോമ്പിൻ്റെ നാളുകളിലൊക്കെ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ വളരെ ശക്തമായിട്ട് പറയാറുണ്ട്, നിങ്ങൾ നോമ്പ് നോക്കണം, പ്രാർത്ഥിക്കണം. പക്ഷേ ചില വീടുകളിലൊക്കെ നോമ്പിൻ്റെ ദിവസങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അടുക്കളയിൽ നിന്ന് നല്ല മീൻ വറുത്തതിൻ്റെ മണമൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ നോമ്പ് തെറ്റിച്ചിട്ടുണ്ടല്ലേ? അവരെ വഴക്ക് പറയും. ഉടനെ ഭക്ഷണത്തിനൊക്കെ തയ്യാറായിട്ട് ഒരു വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്ന സമയത്ത് വീട്ടുകാർ അച്ഛൻ്റെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുതരും. എന്നിട്ട് പറയും, അച്ഛന് നോമ്പാണ്, അതുകൊണ്ട് അച്ഛന് ഇറച്ചി മീനും ഒന്നുമില്ല. കൂടെ വന്ന ബാക്കിയുള്ള ആളുകളിൽ ചിലർക്കൊന്നും നോമ്പില്ല, അതുകൊണ്ട് അവർക്ക് ഇറച്ചി മീനും ഒക്കെ കൊടുക്കും. ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, ഈ നോമ്പ്, പ്രാർത്ഥന, ഉപവാസം ഇതൊക്കെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ അച്ഛന്മാർ ഇടവകെ വന്നിട്ട് ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾക്കൊക്കെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ അച്ഛന്മാരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു തീരുമാനമെടുത്ത് നോമ്പ് നോക്കി പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവത്തിൽ ജീവിച്ചാൽ പോരെ. പക്ഷേ ഇത് വിശ്വാസം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മ നിറവിലുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കിവിടെ ഈ സ്തേഫാനോസിനെ തിരഞ്ഞെടുക്കുന്ന സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിശ്വാസവും പരിശുദ്ധാത്മ നിറവും മേശയിൽ ഉപചരിക്കുന്ന ഒരു വ്യക്തിക്ക് വരെ ശക്തമായിട്ട് ആവശ്യമാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ, ആത്മനിറവിൻ്റെ പ്രവർത്തികൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് തിരിച്ചറിയണം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി, മേശയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അതിനു വേണ്ടിയിട്ട് അപ്പോസ്തലന്മാർ കൈവപ്പ് കൊടുത്ത് വിളിക്കുമ്പോൾ ഈ സ്തേഫാനോസ് അഭിഷേകത്തോടെയുള്ള ഒരു സുവിശേഷ പ്രവർത്തകനായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. സത്യത്തിൽ സ്തേഫാനോസിനെ തിരഞ്ഞെടുത്ത ഉദ്ദേശം വേറെയായിരുന്നു, പക്ഷേ സ്തേഫാനോസ് ആയിത്തീർന്നത് മറ്റൊന്നായിരുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവരുന്ന വഴി ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും നമ്മെ ദൈവം വിളിച്ചാക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തെ പ്രതിയായിരിക്കും. പക്ഷേ ദൈവം നമ്മളെ ആ മേഖലയിൽ തികച്ചും വ്യത്യസ്തമായി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. സ്തേഫാനോസിനെ വിളിച്ചത് മേശയിൽ ശുശ്രൂഷ ചെയ്യാനാണെങ്കിലും സ്തേഫാനോസ് വളരെ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് അഭിഷേകമുള്ള വ്യക്തിയായി, കൈവപ്പുള്ള വ്യക്തിയായി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തിയായി രൂപാന്തരപ്പെട്ടു. ഈ സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് സ്തേഫാനോസ് നയിക്കപ്പെട്ടപ്പോൾ സ്തേഫാനോസിനുണ്ടായ ചില പ്രത്യേകതകളാണ് ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളുടെ മുൻപിൽ ധ്യാനചിന്തയായിട്ട് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.
ആദ്യം സ്തെഫാനോസിന്റെ ജീവിതത്തിലുണ്ടായ ഒരു രൂപാന്തരം, സ്തെഫാനോസ് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കും, 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തെഫാനോസിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധാത്മ നിറവിലുണ്ടാകുന്ന ഒരു പ്രവൃത്തി, അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തെഫാനോസ് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഉദ്ദേശമനുസരിച്ച് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതി ഒരു വ്യക്തിയിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ, അതിന്റെ പ്രഥമ പടി മുതൽ ആ വ്യക്തിക്ക് സഹനങ്ങളെ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് സ്തെഫാനോസിന്റെ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ സ്തെഫാനോസ് അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആ സാഹചര്യത്തിൽ, അടയാളം പ്രവർത്തിക്കുന്ന ആ സാഹചര്യത്തിൽ, അതിലൂടെ സ്തെഫാനോസിന് നേരിടേണ്ടി വന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജ്ഞാനത്തോടും ആത്മാവോടും നിറഞ്ഞുകൊണ്ട് പല വ്യക്തികളുമായിട്ട് സ്തെഫാനോസ് തർക്കിക്കുന്നു. ഈ തർക്കത്തിൽ ജയിക്കാൻ കഴിയാതെ വന്ന ആളുകളെല്ലാം സ്തെഫാനോസിന് എതിരായി തിരിഞ്ഞ് അവൻ ദൈവത്തിനെതിരായി ദൂഷണം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തെഫാനോസിനെ ഇതാ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഇത് ദൈവ ശുശ്രൂഷയിൽ വിളിക്കപ്പെടുന്ന, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സഹനമാണ്. ന്യായാധിപ സംഘത്തിൽ നിലനിൽക്കേണ്ടതായിട്ട് വരുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും ന്യായാധിപ സംഘങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കേണ്ടതായിട്ട് വരുന്നു. നമ്മളുടെ ലക്ഷ്യവും ഉദ്ദേശവും ദൈവാത്മാവിൽ നയിക്കപ്പെട്ടതായിരുന്നു എങ്കിൽ കൂടിയും നമ്മൾ പലതരത്തിലുള്ള വിധിവാചകങ്ങൾക്ക് വിധേയരായി മാറേണ്ടി വരുന്നു എന്നുള്ള സന്ദേശമാണ്. സഹോദരങ്ങളെ, ഇന്ന് പല ആളുകളും തകർന്നു പോകുന്നത് ഈ ആദ്യത്തെ പടിയിൽ തന്നെയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പ്രവർത്തിച്ചു കൊടുക്കുമ്പോൾ, അല്പം ദൈവവചനമൊക്കെ നമ്മൾ പ്രഘോഷിച്ചൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പലപ്പോഴും പലരും നമ്മളെ ന്യായം വിധിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ പതറിപ്പോകരുത്. ഈ അടുത്ത ദിവസം എൻ്റെ അടുത്ത് തൻ്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ വന്ന ഒരു സഹോദരൻ, ലോറൻസ് എന്നാണ് അയാളുടെ പേര്. ഇവിടെ ധ്യാനം കൂടിയ ഒരു മനുഷ്യനാണ്. മദ്യപിച്ച് ലക്കുകെട്ട് നടന്നൊരു മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് വളരെ അകന്ന് ജീവിച്ചൊരു മനുഷ്യൻ. പക്ഷേ ഈ ധ്യാനത്തിലൂടെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങളുണ്ടായി. ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ടിടയായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വചനം ഒത്തിരി ആഴമായിട്ട് പഠിക്കാനായിട്ടിടയായി. അങ്ങനെ അദ്ദേഹം ആ ധ്യാനത്തിലൂടെ സത്യത്തിലൊരു വിശുദ്ധനായി രൂപാന്തരപ്പെട്ടു. ദൈവം അദ്ദേഹത്തെ ഒത്തിരി എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, അച്ഛാ, ഞാനിപ്പോൾ വചനം വായിക്കുമ്പോൾ ഒത്തിരി ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ വായിക്കുമ്പോൾ അത് കിട്ടും. പക്ഷേ ഇതൊക്കെ ആരോടെങ്കിലും പറയണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ. ഞാൻ അതനുസരിച്ച് റബ്ബർ വെട്ടാനൊക്കെ പോകുന്ന ആളാണ്. റബ്ബർ വെട്ടാനൊക്കെ പോകുന്ന സമയത്ത് അവിടെ എൻ്റെ കൂടെ റബ്ബർ വെട്ടുന്ന ആളോട് അല്ലെങ്കിൽ ആ റബ്ബറിൻ്റെ മുതലാളിയോട് ഒക്കെ എൻ്റെ മനസ്സിൽ ഈ ദൈവവചനം ഞാൻ അങ്ങോട്ട് പറയുന്ന സമയത്ത് അവരെല്ലാവരും കൂടെ എന്നെ കളിയാക്കും, അവരെന്നെ വിധിക്കും. ഇത്രയും കാലം കള്ളു പിടിച്ച് നടന്ന നീ ഇപ്പോൾ വലിയ സുവിശേഷകനായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെന്നെ വിധിക്കും എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവവചനത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, തർക്കിക്കാൻ വന്ന ആളുകൾക്ക് അവനെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്തെഫാനോസിനെ അവർ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ കൊണ്ടു നിർത്തി. ഇത് സ്തെഫാനോസിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ പ്രഥമ പടിയാണ്. ആ പ്രഥമ പടിയിൽ സ്തെഫാനോസിന് നേരിടേണ്ടി വരുന്ന ഒരു സഹനമാണ്. അതുകൊണ്ട് ഇതിനെ നിന്റെ ജീവിതത്തിന്റെ സുവിശേഷ വേലയുടെ ആരംഭപടിയായി കാണാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച മനുഷ്യനെ പറഞ്ഞു വിട്ടത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പല സംഘങ്ങളുടെയും മുന്നിൽ നിൽക്കേണ്ടതായിട്ട് വരും. ദൈവവചനത്തെ ശക്തമായി പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മളെ പലർക്കും എതിർക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾക്ക് പല ന്യായാധിപ സംഘങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. അതിനെ തുടർന്ന് സ്തെഫാനോസിൻ്റെ ജീവിതത്തിൽ മറ്റൊരു ചേഞ്ച് ഉണ്ടാവുന്നത് കാണാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ഒരു ശക്തമായ ഒരു അനുഭവം, സ്തെഫാനോസ് ശക്തമായി വചനം പ്രഘോഷിക്കുന്ന ചില പ്രവചനങ്ങൾ നടത്തുന്ന വ്യക്തിയായി സ്തെഫാനോസ് മാറ്റപ്പെടുന്നു. 7-ാം അധ്യായത്തിൻ്റെ 90% സ്തെഫാനോസ് ഈ ന്യായാധിപ സംഘത്തിൻ്റെ മുന്നിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി പ്രഘോഷിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ആദ്യ സഹനത്തെ അതിജീവിച്ചാൽ രണ്ടാമത് കർത്താവ് നമുക്ക് ഒരുക്കുന്ന വലിയൊരു അനുഭവമാണ് വചനം പ്രഘോഷിക്കുവാനുള്ള ശക്തി. ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് വിമർശനങ്ങളെ സ്വീകരിക്കേണ്ടതായിട്ട് നമുക്ക് വരുമ്പോൾ, ആ അവസ്ഥയെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ അവിടെ വചനം പ്രഘോഷിക്കുവാനുള്ള അഭിഷേകവും കൃപയും നമുക്ക് നൽകുന്നു.
തന്നെ വിധിക്കാൻ നിന്നവരുടെ മുമ്പിൽ സ്തെഫാനോസ് വചനം പറയുന്നത്. ഇതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു അനുഭവം. തന്നെ ന്യായം വിധിക്കാൻ, തന്നെ കുറ്റപ്പെടുത്താൻ, തന്നെ ക്രൂശിക്കാൻ, അല്ലെങ്കിൽ തനിക്ക് ശിക്ഷ വിധിക്കാൻ നിന്നിരുന്ന സമൂഹത്തിൽ സ്തെഫാനോസ് ശക്തമായിട്ട് വചനം പ്രഘോഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ വചനപ്രഘോഷണത്തിന്റെ തലത്തിലൂടെ സ്തെഫാനോസ് നടന്നു പോകുമ്പോൾ ചില പ്രവചനങ്ങൾ സ്തെഫാനോസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില വലിയ വീഴ്ചകൾ, ചില വലിയ വിള്ളലുകൾ, ക്രിസ്തുവിൽ നിന്ന് അകന്ന്, ദൈവത്തിൽ നിന്ന് അകന്ന് അവർ ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ പച്ചയായി സ്തെഫാനോസ് പ്രഘോഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു എന്നാണ് വചനം. സഹോദരങ്ങളെ, ഇത് രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു സഹനമാണ്. വചനം ശക്തമായി പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ, ശക്തമായി പച്ചയായി ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ, ചില പ്രവചനങ്ങൾ ദൈവാത്മാവിൽ നിറഞ്ഞു നാം പങ്കുവെക്കപ്പെടുമ്പോൾ, കോപത്തോടുകൂടെ നമ്മെ നോക്കുന്ന, നമ്മുടെ നേരെ പല്ലുകടിക്കുന്ന ഒരു സമൂഹമുണ്ടാകും എന്നുള്ളത് തിരിച്ചറിയണം. ഇതിനെയും അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കോപത്തോടുകൂടി ഒരു സമൂഹം നമ്മുടെ നേരെ കടന്നു വരുമ്പോൾ, പല്ലുറുമിക്കൊണ്ട് ഒരു സമൂഹം നമ്മുടെ നേരെ കടന്നു വരുമ്പോൾ, നമ്മളെ കൊല്ലാൻ തയ്യാറായ ഒരു സമൂഹം കടന്നു വരുമ്പോൾ നാം എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ സ്റ്റേജിനെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഈ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെ കിടക്കുന്നു: സ്വർഗത്തിലേക്ക് ആത്മാവ് നിറഞ്ഞവനായി ഉറ്റുനോക്കുക. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയെ സ്വീകരിക്കുവാൻ സ്തെഫാനോസ് തയ്യാറായി എന്നുള്ളത് തന്നെയാണ്. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, ആ വഴികളിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ സ്വർഗത്തിലേക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഉറ്റുനോക്കുന്നവരായി മാറാൻ സാധിക്കണം എന്നുള്ള സന്ദേശമാണ് നമുക്ക് കാണാൻ സാധിക്കുക. സഹോദരങ്ങളെ, അവിടെ സ്തെഫാനോസ് കാണുന്നൊരു കാഴ്ച ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് യേശു നിൽക്കുന്നതും സ്തെഫാനോസ് കാണുന്നു എന്നുള്ള സന്ദേശമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തകർക്കാൻ അനേക ആളുകൾ കടന്നു വരുമ്പോൾ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കാനായിട്ട് കഴിയും. പലപ്പോഴും ഇന്ന് നമുക്ക് സാധിക്കാതെ വരുന്നത് ഈ ഒരു മേഖലയിലാണ്. ഇന്ന് എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കാൻ വരുന്ന വ്യക്തികളുണ്ടോ? നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില വ്യക്തികളുണ്ടോ? വെറുപ്പ് നിങ്ങളോട് ആഴമായി വെച്ചു പുലർത്തുന്ന ചില ജീവിതങ്ങളുണ്ടോ? വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും മനോഭാവത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരുമ്പോൾ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കാനായിട്ട് സാധിക്കണം. ഇവിടെ കാണുന്ന വ്യത്യസ്തമായ ഒരു ധ്യാനചിന്ത ഇതാണ്. സത്യത്തിൽ നമ്മുടെ നേരെ അവർ കോപത്തോടെ വന്നതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞത്? പല ആളുകളും നമ്മെ വെറുത്തത് കൊണ്ടല്ലേ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാനായിട്ട് കഴിഞ്ഞത്? അതുകൊണ്ട് വെറുപ്പ് എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ നമ്മെ ഒരു വ്യക്തി ദ്രോഹിക്കുമ്പോൾ ആ ദ്രോഹത്തെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. കാരണം ആ വ്യക്തി എന്നെ ദ്രോഹിച്ചത് കൊണ്ടാണ് എനിക്ക് സ്വർഗത്തിലേക്ക് നോക്കാൻ കഴിഞ്ഞത്. സ്വർഗത്തിലേക്ക് നോക്കാൻ എനിക്ക് കഴിഞ്ഞത് കൊണ്ടാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നു എന്ന് മാത്രമല്ല, സ്തെഫാനോസ് അവിടെ കാണുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു എന്നുള്ളതാണ്. പലപ്പോഴും ബൈബിളിൻ്റെ പല ഭാഗങ്ങളിലും ഈ തൃത്വ ദൈവം പ്രത്യക്ഷപ്പെടുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ പിതാവാൻ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നതാണ് അവിടെയൊക്കെ കാണാൻ സാധിക്കുക. പക്ഷേ ഈ സ്തെഫാനോസിൻ്റെ ഈ സംഭവം നടക്കുന്ന സമയത്ത് പുത്രൻ തമ്പുരാൻ നിൽക്കുന്നത് കണ്ടു എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു ധ്യാനചിന്തയാണ്. എന്താണ് പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നീങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പുത്രൻ തമ്പുരാൻ പോലും ആ വ്യക്തിയെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നതാണ് കാണാൻ സാധിക്കുക. ജീവിതത്തിൽ ദൈവിക പദ്ധതി അനുസരിച്ച് വേദനകളെ, സഹനങ്ങളെ ഒരു വ്യക്തി സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ പുത്രനായ ക്രിസ്തു പോലും എഴുന്നേറ്റ് നിന്ന് നിന്നെ ബഹുമാനിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പുത്രനായ യേശുവിനറിയാം സ്തെഫാനോസിൻ്റെ ആത്മാവ് ഇപ്പോൾ തന്നെ തൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. എഴുന്നേറ്റ് നിന്ന് ഈ സ്തെഫാനോസിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പുത്രൻ തമ്പുരാൻ. സഹോദരങ്ങളെ, സഹനത്തോടെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മരണത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ എഴുന്നേറ്റ് നിന്ന്, സ്വർഗത്തിൽ എഴുന്നേറ്റ് നിന്ന് പുത്രൻ തമ്പുരാൻ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ
അതെത്ര ശ്രേഷ്ഠമായ ഒരവസ്ഥയാണ്. പുത്രൻ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് നിന്നെ ഒരു വ്യക്തി ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ മനസ്സിനെ ഒരു വ്യക്തി ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ നിനക്ക് ചിലരെങ്കിലും പകർന്നു തരുന്നുണ്ടെങ്കിൽ അവിടെ തളരരുത്. കാരണം നീ വേദനിക്കുമ്പോൾ പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. നീ വേദനയോടെ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയാൽ നിനക്കത് കാണാൻ സാധിക്കും. നിന്റെ സഹനത്തിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് നിന്നെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന പുത്രൻ തമ്പുരാന്റെ ആ സ്നേഹവും ആ ബഹുമാനവും, നിന്നോടുള്ള ആ ബഹുമാനവും തിരിച്ചറിയാനായിട്ട് കഴിയണം. സഹിക്കുന്ന ഒരു വ്യക്തിയെ സ്വർഗം ബഹുമാനിക്കുന്നു. ഈ ഒരു സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ജീവിതത്തിന്റെ വേദനകളിൽ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് സഹനത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സ്വർഗം ബഹുമാനിക്കുന്നു എന്നുള്ള സന്ദേശമാണ്. അതിനെ തുടർന്ന് പറയുകയാണ് സ്തെഫാനോസ്. താൻ കണ്ട കാര്യം സ്തെഫാനോസ് പച്ചയായി വിളിച്ചു പറയുകയാണ്. സ്തെഫാനോസ് എന്താണ് വിളിച്ചു പറയുന്നത്? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടപ്പോഴാണ് അവരെല്ലാവരും ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു എന്നാണ് പറയുക. ചില സ്വർഗീയ യാഥാർത്ഥ്യങ്ങൾ, ചില സ്വർഗീയ ഉൾക്കാഴ്ചകൾ നമ്മളൊരു സമൂഹത്തിൽ പച്ചയായി പങ്കുവെക്കുമ്പോൾ നമ്മുടെ നേരെ പല ആളുകളും കോപത്തോടെ പാഞ്ഞെടുക്കും, കല്ലുകളുമായി പാഞ്ഞെടുക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. സ്വർഗത്തിൽ നാം കാണുന്ന ചില സത്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് ലോകത്തിന് ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല. സ്തെഫാനോസ് പച്ചയായി പങ്കുവെച്ചു. താൻ കണ്ട കാര്യം പച്ചയായി പങ്കുവെച്ചപ്പോൾ അതിനെ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ സ്തെഫാനോസിന്റെ നേരെ പാഞ്ഞോടിയെടുക്കുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ ഒരു അനുഭവമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. നമ്മൾ സ്വർഗീയ മർമ്മങ്ങളെ സംസാരിക്കുമ്പോൾ നമ്മെ കൊല്ലാൻ വരുന്ന ഒരു വലിയ സമൂഹമുണ്ടാകും. ഇത് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ള സന്ദേശമാണ്. എന്ത് സംഭവിക്കുന്നു? ഇവിടെ തികച്ചും വ്യത്യസ്തമായി കാണാൻ സാധിക്കുന്ന ഒരു സംഭവം പരിശുദ്ധാത്മാവ് ഇവിടെ എവിടെയാണ് എന്നുള്ളതാണ്. സ്വർഗം തുറന്നിരിക്കുമ്പോൾ ആ സ്വർഗത്തിൽ പിതാവാൻ ദൈവത്തെയും പുത്രനായ യേശുവിനെയും മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. പരിശുദ്ധാത്മാവാൻ ദൈവം എവിടെ പോയി? പരിശുദ്ധാത്മാവാൻ ദൈവം അപ്പോൾ സ്തെഫാനോസിന്റെ ഉള്ളിലാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സ്തെഫാനോസിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് സ്തെഫാനോസ് ഈ കാഴ്ച കാണുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹനങ്ങളുടെ നടുവിൽ പിതാവിനെയും പുത്രനെയും നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ കണ്ണിലൂടെ അത് നോക്കാനായിട്ട് സാധിക്കണം. ജീവിതത്തിൻ്റെ വേദനകളിൽ വെറുതെ നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കിയാൽ, ആകാശത്തേക്ക് നോക്കിയാലൊന്നും ദൈവിക ദർശനം നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഉള്ളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നാം സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയാണ് ദൈവിക ദർശനത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറയാം. ഉള്ളിൽ ആത്മാവിനാൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയിട്ടാണ് നമ്മെ വിളിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. അത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇതവൻ്റെ ശുശ്രൂഷയുടെ അന്ത്യമായിരുന്നില്ല, മറിച്ച് ഇതവൻ്റെ ശുശ്രൂഷയുടെ തുടക്കമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കും. കാരണം ഈ ഒരൊറ്റ സംഭവത്തിലൂടെ സ്തെഫാനോസ് നിശബ്ദനായ ഒരു സുവിശേഷകനായി മാറി. സ്വർഗീയ ദർശനം ലഭിച്ച ഒരു സുവിശേഷകൻ മരിച്ചാലും അവൻ്റെ സാന്നിധ്യം സുവിശേഷമായി നിലനിൽക്കുമെന്നുള്ളതാണ്. ഇന്നും ഈ സ്തെഫാനോസിൻ്റെ സംഭവം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആവേശം വർദ്ധിക്കുന്നുണ്ടാവും. ക്രിസ്തുവിന് വേണ്ടി ധൈര്യപൂർവ്വം നിലകൊള്ളാനുള്ള വലിയൊരു ആവേശം വർദ്ധിക്കുന്നുണ്ടാവും. ആ ആവേശവും ഊർജവും ഇന്നും ഈ സ്തെഫാനോസിൻ്റെ സംഭവത്തിലൂടെ പകരപ്പെടുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്നും സ്തെഫാനോസ് സുവിശേഷത്തിലൂടെ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. വളരെ പെട്ടെന്ന് മരിച്ചുപോയൊരു വ്യക്തിയാണ്. വളരെ പെട്ടെന്ന് തൻ്റെ ശുശ്രൂഷ ഈ ലോകത്തിൽ അവസാനിപ്പിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്നും അവസാനിക്കാത്ത സുവിശേഷത്തിൻ്റെ ശക്തിയെ ലോകത്തിന് പ്രദാനം ചെയ്ത വ്യക്തിയായി സ്തെഫാനോസ് മാറ്റപ്പെട്ടു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ വലിയൊരു പ്രത്യേകത. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് നാം ചരിക്കപ്പെടുന്നതെങ്കിൽ സഹോദരങ്ങളെ, നാം മരിച്ചാലും നമ്മിലൂടെ പുറത്തു വന്ന സുവിശേഷം ജീവിക്കുമെന്നുള്ള ആഴമായ സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുക.
ഈ സന്ദേശത്തെ നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം. സ്തെഫാനോസിനെ പോലെ ആകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.